ചെന്ന് വന്നത് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമുടെ ജീവനാണ് ഇൽമു. ഇൽമില്ലാത്ത എനിക്കെത്ത ഇസ്ലാമോ ജീവയില്ല. ഞങ്ങൾക്ക് അജ്മീർ പോയി 2018 അപ്പൊ അങ്ങനെ അജ്മീർ ദർഗത്തെ മുട്ടമേ റൂം എടുക്കാം. അപ്പൊ അജ്മീർ ഹാജാതങ്ങള ഹദറത്തിലുള്ള എനിക്കെത്ത ഒരാളുമാണ്. അപ്പൊ അവിടെ വരുന്നവരൊട്ടി ഞാൻ കേട്ട തിബിറേപ്പറഞ്ഞിമേ അപ്പൊ അയാൾ ചെന്ന് എന്നൊക്കെ ഇപ്പൊ മറക്കില്ല. അയാൾ ചെന്ന് ഐസാവത്തെ അയാൻ കാട്ടിയ തെല്ലുന്നാറാമത് ഐസാബി കൊടുത്ത അയാൾ ചെന്നോണ്ടുള്ള. അപ്പൊ നോക്കുമ്പോൾ 4 ഭാഗം തിബിറ എന്നെ വേണം തിരിയാട്ട അവൻ ചെന്നോണ്ടു. ഒരു നിസ്കാരം ചൊല്ലി എന്തിനെ കൊണ്ടില്ലേ സംഭവം ദർഗത്തെ മുട്ടത്താളാണ്, വലിയ സാധ്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ചൊന്ന് കോട്ടിക്ക് നടക്കലല്ലാണ്ട് അറിവില്ല, വിഷയങ്ങൾ എന്തിരേണ്ടിയില്ല. അങ്ങനെ കുറെ ആൾമാർ അറിവില്ലാണ്ട് ദർഗത്തെ ചുറ്റുപറ്റി കുറെ ആൾമാറുള്ള ദർഗ കമ്മിറ്റിക്കാരുള്ള അങ്ങനെ ഇതിനെ പേർക്ക് പൈസ കയറ്റി എത്ര ആൾമാരാണ് അങ്ങനെ ദർഗത്തിൽ പോകണോ സിയാറത്താക്കണോ സിയാറത്താക്കടെ വണ്ടേ അവിടെ നടക്കുന്ന എനിക്കെത്ത അനാചാരങ്ങൾക്ക് ഇസ്ലാം ഒരിക്കലും ഉത്തരവാദിയല്ല. കുറെ ആൾമാർ എന്തെല്ലാമാണ് നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾ പുറത്ത് മുത്താലിമീങ്ങളും സിയാറത്ത് പോയിട്ട് ജാവുകയാണ് അവിടെ എത്തിയത്. അവ എത്തിയിട്ടാവുമ്പോൾ ചെന്നാൽ നീ ഇപ്പൊ പോകുന്നില്ല, ഞങ്ങൾക്ക് വേഗം പോകണു, അവിടെ വിളിച്ചത് പോയിട്ടോടെ ഇങ്ങനെ എത്ര ടൈം വെച്ച് വേറെ പുറത്തല്ല പോകുന്നു ബിൽക്കുൽ അങ്ങ് പോകില്ല. നിങ്ങൾ പോകണമെങ്കിൽ ഇമ്പടെ തന്നെ കുളിച്ചിട്ടേ പോകണേ പഠിച്ചോണ്ട് നിങ്ങൾ സിയാറത്തുണ്ട. പക്ഷെ ഞങ്ങളായിട്ട് വലിയ ആലിമീങ്ങളാണ്. അങ്ങ് ചൊല്ലുമ്പോ അങ്ങ് ചെല്ലുമ്പോ വേറിക്കോ നിങ്ങൾ താങ്ങും പുതാത്തി വിടുറേ മനുഷ്യൻ തപ്പി പോവാ ഒട്ടും വേച്ച് വിളിക്കാറാണ്. ഞാൻ ചൊല്ലുന്നത് നിന്റെ ഇമ്പടെ തന്നെ നീനെ കൂടി ഞങ്ങൾക്ക് പോകുന്നു, ഞങ്ങൾ സിയാറത്താക്കുവാണ് വന്നത്, സിയാറത്താക്കി ഞങ്ങൾ പോയാ. അപ്പൊ ഞാൻ ഇങ്ങനെ തിന്നിട്ട് മനുഷ്യന്മാരെ പറ്റിച്ച് പൈസാക്കൾ എനിക്കെത്ത പോലെ കമ്മിറ്റിക്കാറുള്ളതാണ്. ദർഗത്തെ ചുറ്റുപറ്റി എനിക്കെത്ത ആളാണ്. ഞങ്ങൾക്ക് 5 പൈസത്തെ വരെയില്ല. അങ്ങനെ ഷറിൽ വെട്ടുപോകുക കുടുംബത്തിന് സിയാറത്ത് പോയാ അവിടെ വരാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ചിലപ്പോൾ എടുക്കൂത്തിയില്ലാണ്ട് കണ്ട എളുപ്പത്തില്ലാതെ യോറമ്പി അയാൾ എന്തോ അക്ബറുള്ളവായതാക്കിയവരെ വലിയ വൻകുറ്റമാക്കിയ ഭയങ്കര പിന്നെ തിരിച്ചല്ല പോകണം സംഭവം. അതേ കബർ 100 കണക്കിലാവുന്ന സിയാറത്ത് സുജൂദ് കൊണ്ടുള്ള അതിന് വലിയ അക്ഷരം കൊണ്ടുള്ള അത് വലിയ പുണ്യകരമായിട്ടാണ് കൊണ്ടുള്ളത്. അപ്പൊ അത് തെറ്റല്ലേ? അത് പഠിച്ചോൻ ഹറാമാക്കിയതാണ്, ഇത് കമ്മിറ്റി ഹറാമാക്കിയതാണ്. അതുകൊണ്ട് കമ്മിറ്റി ഹറാമാക്കിയതിലെ കടയിൽ ഉത്തരവാദിത്വം നമുക്കാണ്. പഠിച്ചോൻ ഹറാമാക്കിയതിലെ അവിടെ തന്നെ തടയില്ല. എത്ര 100 നല്ല വിഷയല്ലേ? ഇതാണ് ജഹാലത്ത് പിടിച്ചെനിക്കെത്ത ആളുമാണ്. ഞങ്ങൾക്ക് 5 പൈസത്തെ വിവരമില്ല. അപ്പൊ ഞാൻ ചൊല്ലെ ഓരോരുത്തർ എന്തെല്ലാം കാട്ടിക്കൂട്ടാറും ചെന്നിട്ട് അതിന്റെ സുന്നത്ത് ജമാഅത്ത് വെക്കണമെന്നില്ല, യഥാർത്ഥ ആലിമീങ്ങൾ വേറെ വ്യക്തി കിട്ടണമെന്നില്ല, അതെല്ലാം എതിർത്തതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമത്തെ ഏറ്റവും പ്രധാനിയായ നേതാവാണ് ശൈഖുനാ നൂറുൽ ഉലമ എം എ ഉസ്താദ്. ആ എം എ ഉസ്താദിന്റെ ബുക്കിൽ ഇതെല്ലാം സവിസ്താരമായി എഴുതിയിരുന്നു. എന്തെല്ലാം അനാചാരങ്ങൾ നടക്കുന്നത് അതെല്ലാം ഇസ്ലാമല്ല, അത് ചൊന്നത് പർവ്വത സമാനമായ ആലിമീങ്ങളാണ്. ഇന്തും കേരളത്തിൽ ഇത്രയും സാക്ഷരത കൊണ്ടുള്ള ആയത്ത് വരെ ദർഗാ സിയാറത്തിന്റെ പേരിൽ നാട്ടകം നടക്കുന്നത്, എന്തെല്ലാം നടക്കുന്നത്, നോർത്തിൽ കബഡി നടക്കുന്നത്, ക്രിക്കറ്റ് നടക്കുന്നത്, റൂൾസിന്റെ പേരിൽ എന്തെല്ലാം അനാചാരങ്ങൾ നിങ്ങളുടെ സിയാറത്തിൽ കണ്ടില്ലേ? അത് ആര് അനവധി കൊടുത്തതിന്റെ വേണ്ടി ആരോടത്താക്കിയത് ഞങ്ങനെയാണ് ഉത്തരവാദി അവിടെ. അപ്പൊ ഞാൻ ചൊല്ല വിവരമില്ലാത്തത് കൊണ്ടാണ് ഇത് നടക്കണേ. ഇതൊരുത്ത ചൊന്നു കൊടുത്തിരുന്നു, അത് സ്വീകരിക്കുക അടിയിൽ എന്റെ കാലം അങ്ങനെയാണ്. ഈ അടുത്തൊരാൾ ചെന്ന് അയാൾ സുജൂദിൽ കാൽ വെക്കുമ്പോ ഇങ്ങനെ വെക്കോ, ഇങ്ങനെ വെക്കോ തീരല്ല, സുജൂദിൽ കാൽ എങ്ങനെ വെക്കോ, വിരലിങ്ങനെ അടിക്കാക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ ഇയാൾ ഇങ്ങനെ വെക്കല്. അപ്പൊ ഇയാൾ നോക്കിയിട്ട് ചെറുത്ത അയാൾ അങ്ങനെ വെക്കൂ തീരാ സമാത്ത്. ആ ചൊന്നത് കൊണ്ട് പിന്നെ 3 വർഷം മുണ്ടില്ല അവിടെ. പിന്നെ വിജയ കൊടുത്ത അവർ എന്ത് അസാക്ക് ഒരു തെരുവില്ല, അസാക്കിൽ ഇരിക്കാം. അവ നോക്കുള്ളൂ. അതേ സമയത്ത് ഓർമ്മിത്തോട് ചായ കച്ചവടാക്കുന്ന ആളെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തോ ബിസിനസ് ആക്കുന്ന ആളെന്ന് വിചാരിക്കാം. അവന്റെ കച്ചവടത്തെ സമയം ഉണ്ടില്ല. അപ്പൊ ഞാൻ പോയിട്ട് തന്നെ നീ പൈസ ഉണ്ടായെങ്കിൽ നീ ഇങ്ങനെ കച്ചവടാക്കിയെങ്കിൽ ആയിക്കോട്ടെ ട്രിക്സ് ഞാൻ ചൊന്നു കൊടുത്തേണ്ടെങ്കിൽ അത് അണച്ചു കൂട്ടിക്കോ ചുംബിക്കോ എന്തൊരു മനുഷ്യൻ ഇട്ടുള്ള പറഞ്ഞേ പണ്ടേ പറഞ്ഞേ. കാരണം ഇത് ദുനിയാവുടെ വിജയമാണ്, ഒരു കാശ് അവിടെ എനിക്കെത്ത വിജയമാണ്. ഇപ്പൊ ദുനിയാവുടെ വിജയത്തിൽ നക്കൊരാളെ ഹെൽപ്പാക്കിയെങ്കിൽ നാളെ അവിടെ എപ്പോ മറക്കില്ല, നീ അണ്ടൊരു ഐഡിയ ചെന്നല്ലപ്പോ അതുകൊണ്ട് നമുക്ക് നല്ല കാശായിട്ട് എപ്പോ നോക്കി നോക്കുമ്പോൾ ജോലിക്ക് ഓർമ്മ നന്ദിയുള്ള. അതേ സമയത്ത് നീ ഇവിടെ ലോഡാക്കി നിസ്കരിച്ചുകൊണ്ടുള്ളല്ലേ ആ നിസ്കാര സമയത്തിലെ സമർത്ത് ചോറ് കൊടുത്തെങ്കിൽ അതിന്റെ പേരിൽ 3 വർഷം ഉണ്ടില്ല ഉണ്ടായെങ്കിൽ ഇതെന്തൊരു ജീവത്താണ്.